ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് ബാംഗ്ലൂർ സ്പെഷ്യൽ മേഘ്ന ബിരിയാണി ഉണ്ടാക്കിയാലോ. കുറേ ദിവസമായി മേഘ്ന ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ തൽക്കാലം ബാംഗ്ലൂർ പോകാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാം അല്ലേ. തലേ ദിവസം തന്നെ ചിക്കനകത്ത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതെടുത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് ജീരകപ്പൊടി, കുരുമുളക് പൊടി, തൈര്, അതേപോലെ തന്നെ ഒരു കോഴിമുട്ട കേട്ടോ, ഇത്രയും കൂടെ പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇനി ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട ഐറ്റംസാണ് ഗ്രീൻ ചില്ലി സോസ്. അതൊരു വലിയ സ്പൂണോളം വേണം കേട്ടോ. അതും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തതിനകത്തേക്ക് നമ്മൾ 2-3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്യുക. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഫ്ലേവർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു വലിയ സ്പൂൺ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഈ റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞതിന് ശേഷം എണ്ണയിനകത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കോൺഫ്ലോർ ഇട്ടുകൊണ്ട് തന്നെ പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വിട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഫ്രൈ ചെയ്ത് നമുക്ക് ചിക്കൻ മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ്റെ ഗ്രേവി തയ്യാറാക്കാവേ. ആദ്യം തന്നെ മിക്സിൻ്റെ ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഉണ്ടാക്കി വെക്കുക. ഇതിൻ്റെ പകുതി നമുക്ക് ചിക്കൻ്റെ ഗ്രേവിയിലും പകുതി നമുക്ക് റൈസിന് ഗ്രേവിയിലേക്കും എടുക്കണേ. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ പേസ്റ്റ് ഇല്ലേ, അതിൻ്റെ പകുതിയോളം ഈ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇത് നന്നായി വഴണ്ട് ബ്രൗൺ കളറായിട്ട് വരണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴണ്ട് വരും കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള, കുനുകുനാണ് കേട്ടോ സവോള അരിഞ്ഞു വെച്ചിട്ടുള്ള, അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി അതൊന്ന് വഴണ്ട് വരുമ്പോൾ കുറച്ച് നെയ്യും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇനി ഇതൊന്ന് വെന്ത് വരണം. ആ വെന്ത് വന്നതിലേക്ക് നമ്മൾ തക്കാളി അരച്ചത് അതിൻ്റെ ഒരു പേസ്റ്റും കൂടെ ഒഴിച്ചിട്ട് തക്കാളിയുടെ ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി വേവിച്ചെടുക്കണം. വേണമെങ്കിൽ ഒന്ന് മൂടി വെക്കാം കേട്ടോ. മൂടി വെച്ചത് വെന്ത് വരുന്നതിലേക്ക് നമ്മൾ ആവശ്യമുള്ള ചൂടുവെള്ളമാണ്, തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. അതൊഴിച്ചിട്ട് ആ ഗ്രേവി ഒന്ന് ലൂസാക്കി എടുക്കണം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണേ. ചിക്കൻ ഞാൻ ഭയങ്കര കുഞ്ഞു പീസായിട്ടാണ് ആഡ് ചെയ്തിട്ടില്ല. കാരണം മേഘ്ന ബിരിയാണിയിൽ ബോൺലെസ് ആയിട്ടുള്ള കുഞ്ഞു പീസസ് അല്ലേ നമുക്ക് കഴിക്കാൻ കിട്ടുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടെ തൂവിയാൽ നമ്മളുടെ ചിക്കൻ്റെ ഗ്രേവി റെഡിയായി. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുത്താലോ. ബസ്മതി റൈസ് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഒന്ന് ആവശ്യത്തിന് ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇതൊക്കെ ഇട്ടിട്ട് അരി നമ്മൾ തിളപ്പിച്ച് വേവിച്ച് മാറ്റി വെക്കണേ. ഒരു 3/4 വേവാകുമ്പോൾ മാറ്റണം. ഇനി നമുക്ക് റൈസിൻ്റെ ഗ്രേവി ഉണ്ടാക്കാം. പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, ബേ ലീവ്സ്, സാജീരകം ഇത്രയും നെയ്യിലിട്ട് വഴറ്റിയതിന് ശേഷം ഒരു സവോള ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് വഴറ്റിയെടുക്കണേ. ഇനി നമ്മൾ മാറ്റി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ആ പേസ്റ്റ് ഇല്ലേ, അതും കൂടെ ഇട്ട് ഇളക്കി പച്ചമണം മാറുമ്പോൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ കസ്തൂരി മേത്തി, കറിവേപ്പില, മല്ലിയില ഇത്ര ആഡ് ചെയ്യുക. ഇനി കുറച്ച് ഒരു 1/2 കപ്പോളം പാലൊഴിച്ച് കൊടുക്കണേ. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് നാരങ്ങാനീര് പിഴിയണേ. ഇനി ഈ ഗ്രേവി നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മളുടെ റൈസ് വേവിച്ച് മാറ്റി വെച്ച റൈസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് ദം ചെയ്ത പോലെ ഒന്ന് ആവി കയറ്റി എടുക്കണേ. എന്നിട്ട് ഈ ആവി ഒന്ന് കയറി ഇതൊന്ന് ആ ഒരു ഫ്ലേവർ ഇറങ്ങി വന്നതിന് ശേഷം നമ്മൾ റൈസ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ റൈസും ഈ ഗ്രേവിയും കൂടെ നന്നായി മിക്സ് ചെയ്ത് അരിയിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഗ്രേവിയും കൂടെ ഇതിൻ്റെ മേലെ വെച്ച് ഒന്നും കൂടെ ആവി കയറ്റിയെടുത്താൽ നമ്മുടെ മേഘ്ന ബിരിയാണി റെഡിയായേ. അപ്പം നിങ്ങളിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. അപ്പോൾ ബൈ ഗായ്സ്.